നമസ്കാരം. വിഘ്നേശ്വര ടി വി പ്രസൻസ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 10 ചോദ്യമായിട്ടാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. തുടക്കം മുതലേ ചിരിയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിരി അല്ല, ഇങ്ങനെ വേണം കേട്ടോ. പേര് പറ. സുഖമായിരിക്കുന്നു. ഓക്കെ. സുരണ്യ ഓക്കെ. കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? തെറി ഒഴികെ ബാക്കി എന്തും വിളിക്കുന്ന പേരെന്താണ്? സുരണ്യ തന്നെയാണ് വിളിക്കുന്നത് അല്ലേ? ശരി. എവിടെയാണ് സ്ഥലം? സുരണ്യ, നെല്ലിമൂടാണ്. സുഖമായിരിക്കുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്? എന്ത് ചെയ്യുന്നു? എവിടെയാണ്? നെയ്യാറ്റിൻകരയിൽ വർക്ക്. വെരി ഗുഡ്. ഓക്കെ. പേരെന്താണ്? ആതിരയാണോ ഈ കൂട്ടത്തിലെ വളരെ പാവം? ദൈവമേ. ആതിര എവിടെയാ സ്ഥലം? ആതിര എല്ലാവരും ഒരേ ജോബുമായി ബന്ധപ്പെട്ടല്ലാണ് മുന്നേ പഠിച്ചവരാണോ? ഓഹോ ശരി. എന്താ താങ്കളും എന്താ പഠിക്കുന്നത്? ഫാഷൻ ഡിസൈനിങ്. എവിടെയാണ് പഠിക്കുന്നത്? ശരി. ഫാഷൻ ഡിസൈനിങ് അല്ലേ? ഈ തിരുവനന്തപുരം ജില്ല ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫാഷനുമായി ബന്ധപ്പെട്ട് എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു? തിരുവനന്തപുരം ജില്ല ഫാഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ഒരാളല്ലേ? അല്ലേ? ശരി. നിങ്ങളൊക്കെയാണ് ഫാഷൻ ഡിസൈനിങ് ഒരുമിച്ച് പഠിക്കുക അല്ലേ? പേരെന്താ? പരിചയപ്പെട്ടതിൽ സന്തോഷം. ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. ഹിറ്റ് സിനിമകൾ ഫുള്ളായിട്ടും കണ്ടിട്ടുണ്ട്. എവിടെയാ സ്ഥലം? മീര ജാസ്മിൻ. പൂവാറാണ്. ശരി. ഇപ്പോൾ നിങ്ങളുടെ എത്ര ഒരു വർഷത്തെ കോഴ്സാണോ? 2 വർഷം. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അല്ലെങ്കിൽ? ഓക്കെ. അപ്പോൾ ഇത് ഒരു വർഷം കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആവാൻ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ഇതിൽ കൂടുതൽ പ്രാക്ടിക്കൽ അല്ലേ? തിയറിനേക്കാളും കൂടുതൽ പ്രാക്ടിക്കൽ. അപ്പോൾ പ്രാക്ടിക്കലൊക്കെ കോളേജിൽ തന്നെയാണോ അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് ചെയ്യുന്നുണ്ടോ? കോളേജ് അത്രയും വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാ കോളേജ്? ഏതാണ്? കാഞ്ഞാറ്. ശരി. അടിപൊളി. സൂപ്പറാണ്. പേര് പറ. സൂര്യ. നല്ല പേരാണല്ലോ. സൂര്യ. എവിടെയാ സ്ഥലം? സൂര്യ. പൂവാറ് തന്നെയാണ്. ശരി. ഈ നിങ്ങളുടെ ഇതിന്റെ ബേസ് എന്താണ്? +2 ആണോ? SSLC ആണോ? SSLC ആണ്. SSLC ആണ് ഇതിന്റെ ബേസ്. ഓക്കെ. നിങ്ങൾക്ക് കഴിഞ്ഞത് SSLC കഴിഞ്ഞിട്ടാണോ അല്ല +2 ഡിഗ്രി കഴിഞ്ഞിട്ടാണോ വന്നേക്കുന്നത്? ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താ? അത് മനസ്സിലായി. അല്ല, അത് വെറുതെ കയറി പോയില്ലല്ലോ. എന്നാലും ഒരു മീൻസ് ഒരുപാട് തൊഴിൽ സാധ്യതകൾ നമ്മൾ കേരളത്തിലാണോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള? പുറത്താണോ? എവിടെ ജോലി ചെയ്യാനാണ് ആഗ്രഹം? ജോലി കിട്ടിയാൽ മതി. ഇത്രയും പൈസയും കൊടുത്ത് പഠിച്ചതല്ലേ? പേര് പറ. ജോബിക. ഓക്കെ. ജോബുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി. പഠിത്തമൊക്കെ സൂപ്പറായിട്ട് പോകുന്നുണ്ടോ? ഇവരൊക്കെ മുന്നേ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടോ ഇതിൽ? അല്ല, മുന്നേ ഒരുമിച്ച് പഠിച്ചവരുണ്ടോ? അങ്ങനെയല്ല, മുന്നേ ഒരുമിച്ച് ഈ 8th 9th ആ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ഇതൊരു പ്ലാനിങ് ആയിട്ട് വന്നതല്ലേ നിങ്ങൾ? ഈ ഒരു കോഴ്സ് എടുക്കണം എന്നുള്ളതൊരു പ്ലാനിങ് ആയിരുന്നു അപ്പോഴല്ലേ? ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? അത് തീരുമാനിക്കാം. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അച്ഛൻ, അമ്മ, ചേട്ടൻ എന്ത് ചെയ്യാം? ശരി. പേര് പറ. നല്ല പേരാണല്ലോ. പാട്ട് പാടോ ജോത്സ്ന? ഇതിൽ പാട്ട് പാടുന്ന ആരുള്ളത്? ആരുമില്ല. ഞാൻ പാടും, നിങ്ങളോട് കുഴപ്പമില്ല. ഓടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി. പാട്ട് പാടാൻ. ഓക്കെ. ഇതിപ്പോ നിങ്ങൾ ഇന്ന് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ചുമ്മാ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഒത്തുകൂടാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ മാത്രമാണ് അല്ലേ? ശരി. അപ്പോൾ പാട്ട് പാടുന്നില്ല. അപ്പോൾ ഒരു 10 ഫണ്ണി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം ഞാൻ ചോദിക്കാം. ഇതെന്താ ഊട്ടിയിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കണമല്ലോ? ഒന്ന് കൈയൊക്കെ വിട്ട് കൂളായിട്ട് നിൽക്കും, ഫ്രീ ആയിട്ട് നിൽക്കും. ഓക്കെ. കാരണം നിങ്ങളൊരു വലിയ മേഖല അലങ്കരിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ? എന്താ പറയുക, ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയുന്നത്. തൊഴിൽ സാധ്യത കൂടുതലാണ് ഇവിടെ. ഈ ജോബിന് തൊഴിൽ സാധ്യത കൂടുതലാണ്. ഓക്കെ. വീട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പറഞ്ഞോ ഇന്ന കോഴ്സ് പഠിച്ചാൽ പോരെ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാം. ഓക്കെ. പക്ഷേ എന്തായാലും ഒരു തൊഴിൽ നേടണം എന്നുള്ളൊരു ആഗ്രഹമാണ് വീട്ടിലുള്ളവർക്ക്. ഓക്കെ. നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ? ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയുന്നത്. ആൾക്കാർ പഠിക്കുന്ന എണ്ണത്തിനനുസരിച്ച് തൊഴിൽ സാധ്യത കുറയില്ലേ? പൊതുവേ തൊഴിൽ സാധ്യത കുറയില്ലേ? കുറയും. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? താല്പര്യം കൊണ്ട് മാത്രമാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മളെ തുണിയിൽ നമുക്ക് തയ്ക്കാലോ ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? വെരി ഗുഡ്. പുതിയ പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ തുടങ്ങാം. ഇത് ഇനിയാണ് നമുക്ക് 10 ചോദ്യങ്ങളാണ് കേട്ടോ. 10 എനിക്ക് വേണ്ടത് എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ എനിക്ക് വേണമെന്നില്ല. അതുമായി ബന്ധപ്പെട്ട്, കാരണം ഫണ്ണി ആയതുകൊണ്ട് ഏതാണ്ടൊക്കെ അടുത്ത് വരുന്ന ഉത്തരമാണെങ്കിലും ഞാൻ സമ്മാനത്തിലേക്ക്. ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്? 6 മണിക്കൂർ. അപ്പോൾ സാധാരണ പൊതുവെ പറയാം ഒരു ദിവസം മിനിമം 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ബോഡി പെർഫെക്റ്റ് ആവുള്ളൂ എന്നാണ് പൊതുവെ പറയുന്നത്. ചോദ്യം. ഞാൻ ഉറങ്ങാറുണ്ട് പക്ഷെ കണ്ണടക്കാറില്ല. എന്താണ്? കുസൃതി. അത് യഥാർത്ഥത്തിലൊരു ചോദ്യമാണ്. സീരിയസ്. മീൻ. റൈറ്റ് ആൻസർ. മീൻ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ ഈ RRR എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ?
ആര് സിനിമ ആർ 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 ഓ നാക്കുമുക്ക്. ശരി, ചോദ്യം. ഈ RRR എന്നുള്ളത് ഒരു സിനിമയാണ് അല്ലെ? അതൊരു ഒരു പാൻ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ വന്ന ഒരു സിനിമയാണ് അല്ലെ? എന്നാൽ ഇതേ പേരിലുള്ള ഒരു സ്ഥലം കേരളത്തിലുണ്ട്. എന്താണ്? കുസൃതിയാണേ. അതായത് RRR എന്ന പേരില് മൂന്നാർ. റൈറ്റ് ആൻസർ. അല്ലി കൊല്ലല്ലേ, അവിടെ നിൽക്ക്. മൂന്നാർ. ശരി. അപ്പൊ ഒന്ന് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. മൂന്നാമത്തെ ചോദ്യം. കുഴപ്പമില്ല. ജനിക്കുമ്പോൾ ജനിക്കാത്തതും വയസ്സാകുമ്പോൾ കാണാത്തതുമായ വസ്തു. ജനിക്കുമ്പോൾ ജനിക്കാത്തതും വയസ്സാകുമ്പോൾ കുസൃതിയാണേ. ആ രീതിയിൽ എടുത്താൽ മതി. ഭയങ്കരമായിട്ട് നിങ്ങൾ ചിന്തിക്കരുതേ, അങ്ങോട്ട് ചിന്തിക്കരുത്. ജനിക്കുമ്പോൾ ജനിക്കാത്തതും വയസ്സാകുമ്പോൾ പൊതുവെ കാണാത്തതുമായിട്ടുള്ള ഒരു വസ്തു. പല്ല്. റൈറ്റ് ആൻസർ. ജനിക്കുന്ന സമയത്ത് പല്ലുണ്ടാവോ? മരിക്കാൻ നേരത്തെ ചിലപ്പോൾ ചില ആൾക്കാരുടെ പല്ല് പോവില്ലേ? ഇവിടെ വളരാൻ സമ്മതിക്കരുത്. ശരി, അടുത്ത ചോദ്യം കേട്ടോ. പെട്ടെന്ന് ഉത്തരം പറയണേ. ആണിനെയും പെണ്ണിനെയും ഈ രണ്ടക്ഷരം ചേർത്ത് വിളിക്കാം, പക്ഷെ ചേർന്ന് കഴിഞ്ഞാൽ അച്ഛനാക്കും. ആണിനെയും പെണ്ണിനെയും ഈ രണ്ടക്ഷരങ്ങൾ ചേർത്ത് വിളിക്കാം, ഇത് ചേർന്ന് കഴിഞ്ഞാൽ അച്ഛനാക്കും. ആണിനെയും പെണ്ണിനെയും ഈ അക്ഷരങ്ങൾ ചേർത്ത് ഈ അക്ഷരത്തിലൂടെ വിളിക്കാറുണ്ട്, പക്ഷെ ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ അച്ഛനാക്കും. സിമ്പിൾ. ആണിനെയും പെണ്ണിനെയും നമ്മൾ ഈ രണ്ടക്ഷരങ്ങൾ ചേർത്ത് വിളിക്കാറുണ്ട്, പക്ഷെ ഈ രണ്ടക്ഷരങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അച്ഛനാകും. ആയോ? ആണിനെയും പെണ്ണിനെയും ഈ ഓരോ അക്ഷരങ്ങൾ ചേർത്ത് വിളിക്കാറുണ്ട്, ഈ രണ്ടക്ഷരങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അച്ഛനാക്കും. അല്ല, നമ്മൾ പൊതുവെ ഒരു എന്താ പറയുക, നമ്മളൊരു സ്നേഹത്തിന്റെ പേരിൽ ചിലപ്പോൾ നമ്മളൊരു ആണിനെ വിളിക്കാറുണ്ട്, ഈ ഒരു അക്ഷരം ചേർത്ത് പെണ്ണിനെയും വിളിക്കാറുണ്ട്, ഈ രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ അച്ഛൻ. ഡാഡി. റൈറ്റ് ആൻസർ. ഡാഡി. ഓക്കെ. അടുത്ത ചോദ്യം. നമ്മൾ പൊതുവെ പറയാറുണ്ട് നമുക്ക് ഉയർച്ചയിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരു താഴ്ചയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സൗഹൃദങ്ങളൊക്കെ പൊതുവെ കുറയാറുണ്ടെന്ന് പൊതുവെ പറയും. നിങ്ങളുടെ ഇതെങ്ങനെയാണ്? എപ്പോഴെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് അത് ക്ലിയർ ചെയ്യുന്നവരാണോ? അങ്ങനെയാണ് അല്ലേ? വെരി ഗുഡ്. ചോദ്യം. ഉയർച്ചയിലും താഴ്ചയിലും പൊതുവായിട്ടുള്ളത് എന്താണ്? ഉയർച്ചയിലും താഴ്ചയിലും പൊതുവായിട്ടുള്ളത് എന്ത്? റൈറ്റ് ആൻസർ. ഉയർച്ച, താഴ്ച. ഓക്കെ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് അസുഖങ്ങൾ, ഈ എന്താ പറയുക, കോളറ പോലുള്ള, മഞ്ഞപ്പിത്തം പോലുള്ള അല്ലെ, ഒരുപാട്. ഇപ്പൊ നിപ്പയും വന്നു എന്നൊക്കെ പറയും നിൽക്കുന്നു. ഇവിടെയല്ല, കോഴിക്കോട്. ചോദ്യം. കലണ്ടറിൽ കാണുന്ന രോഗം. കഴിഞ്ഞ പേരിൽ കഴിഞ്ഞു കേട്ടോ. കലണ്ടറിൽ കാണുന്ന രോഗം. മീൻ വിട്ടുപിടി. അതായത് കലണ്ടറിൽ കാണുന്ന രോഗം, എല്ലാ കലണ്ടറുകളിലും കാണുന്ന രോഗം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, അതല്ല കേട്ടോ, അതല്ല. കലണ്ടറിൽ നമ്മൾ പറയുന്ന ഒരു വാക്ക്, ഈ വാക്ക് ഒരു അസുഖത്തിൻ്റെ ഒരു പേര് കൂടിയാണ്. കലണ്ടറിൽ കാണുന്ന രോഗം. അത് ഒരു ക്ലൂ തരാം. ഡേറ്റ് കഴിക്കാൻ പറ്റുന്നല്ലേ? ഈത്തപ്പഴം അല്ല. കലണ്ടറിൽ കാണുന്ന അസുഖം, രോഗം. ഒരു ക്ലൂ തരാം. ഇത് മനുഷ്യ ശരീരത്തിൽ, ഒരുപാടല്ല എന്നാലും മനുഷ്യ ശരീരത്തിൽ ഈ ഒരു അസുഖം വരാറുണ്ട്. ഇത് നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ആരോഗ്യപരമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും നടക്കാറുണ്ട്. എല്ലാ കലണ്ടറിലും കാണുന്ന ഒരു അസുഖമാണ്. ഓക്കെ. അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് മന്ത്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഭയങ്കരമായിട്ട് ചിന്തിക്കരുത് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യമാണ്. ചോദ്യം. പല്ലിലും മരത്തിലും പൊതുവായിട്ടുള്ളത് എന്താണ്? പല്ല്, മരം. വടവോ? പല്ലിലും മരത്തിലും പൊതുവായിട്ടുള്ളത് എന്താണ്? കുസൃതിയാണ്. പല്ലിലും മരത്തിലും പൊതുവായിട്ട് വേര്. റൈറ്റ്. ഇത്തിരി ഉറക്കെ പറയണം. വേര്. റൈറ്റ് ആൻസർ. ഇത്തിരി ഉറക്കെ പറഞ്ഞേക്കണം കേട്ടോ. വേര്. ഓക്കെ. അടുത്ത ചോദ്യം. എനിക്ക് പറക്കുവാൻ ചിറകുകളില്ല, എന്നാലും ഞാൻ പറക്കും. കുസൃതിയാണേ. എനിക്ക് അല്ല, തീർക്കട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എനിക്ക് പറക്കുവാൻ ചിറകുകളില്ല, പക്ഷെ എന്നാലും ഞാൻ പറക്കും. എനിക്ക് കണ്ണുകളില്ല, പക്ഷെ ഞാൻ കരയും. എന്താണ്? കുസൃതിയായിട്ട് മാത്രം എടുത്താൽ മതി. എനിക്ക് പറക്കുവാൻ ചിറകുകളില്ല, പക്ഷെ ഞാൻ പൊതുവെ പറക്കും എന്ന് പറയാറുണ്ട്. നമ്മൾ ഇത് പറക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല.
പക്ഷെ എനിക്ക് കരയാൻ വേണ്ടിയിട്ട് കണ്ണുകളില്ല, പക്ഷെ ഞാൻ പൊതുവെ കരയാറുണ്ട്. ഇവളാണ് പറഞ്ഞത് മഴ. അപ്പോൾ അത് ഏതാണ്ട് മഴ. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരത്തിലേക്ക് പോവാം. എനിക്ക് പറക്കുവാൻ ചിറകുകളില്ല, പക്ഷെ ഞാൻ മേഘം. അതാണ് കറക്റ്റ് ആൻസർ, മേഘം. ഓക്കെ, ലാസ്റ്റ് 2 ചോദ്യങ്ങളെ. ഓക്കെ, ചോദ്യം. ചുവന്ന വെള്ളത്തിൽ, ശ്രദ്ധിച്ചേക്കണേ, ചുവന്ന വെള്ളത്തിൽ വെള്ളത്തുണി മുക്കിയാൽ എന്താകും? ചുവന്ന വെള്ളത്തിൽ വെള്ളത്തുണി മുക്കിയാൽ എന്താകും? നനയും. റൈറ്റ് ആൻസർ, നനയും. ലാസ്റ്റ് ചോദ്യമാണേ. എന്നിൽ നിറയെ അക്കങ്ങൾ കാണാം, പക്ഷേ 13 എന്ന അക്കം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല. എവിടെയാണ്? എന്നിൽ അക്കങ്ങൾ കാണാം, പക്ഷെ 13 എന്ന അക്കം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അക്കങ്ങൾ കാണാം, പക്ഷെ 13 എന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യ 13 അതവിടെ കാണാൻ പറ്റില്ല. അല്ല, ഒരു പ്രൊഡക്റ്റാണിത്. പ്രൊഡക്റ്റാണ്. ആലോചിച്ച് നോക്ക്. എന്നിൽ അക്കങ്ങളുണ്ട്, പക്ഷെ 13 എന്നക്ക അവിടെ കാണാൻ പറ്റില്ല. അതാ പ്രൊഡക്റ്റാണ്, അതാണ് പ്രൊഡക്റ്റ്. 13 നല്ലതാ, കുടിക്കുന്നതല്ല 13. ഇതൊരു പ്രൊഡക്റ്റാണ്. വീടുകളിൽ കാണാം, ഓഫീസുകളിൽ കാണാം, സ്കൂളുകളിൽ കാണാം, നിങ്ങളുടെ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാം. ഇത് ഒരു ദിവസം നമ്മൾ നിയന്ത്രിക്കുന്നതൊക്കെ ഇതാണ്. മിഷൻ ഒക്കെ പറയാം. മിഷൻ എന്ന് പറയുന്നത് ഇതൊരു മിഷൻ തന്നെയാണ്, ഒരു യന്ത്രവൽകൃതമായിട്ടുള്ളൊരു മിഷൻ. വീടുകളിൽ കാണാം. ഇത് പല വാച്ച്. റൈറ്റ് ആൻസർ. 1 2 3 4 5 6 7 8 9 10 11 12 13 ആണോ അവിടെ? ഓക്കെ, അപ്പോൾ ആരാ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്? പേരൊന്നും കൂടി പറ. സുരണ്യ. അപ്പോൾ സുരണ്യാണ് ഇതിൽ കൂടെ വന്നെയാണോ? അമ്പടി കള്ളി. സുരണ്യാണ് ഇതിൽ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഇഞ്ചോട് ഇഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ വിജയ് എന്ന് പറയുന്നത് സുരണ്യാണ്. നല്ലൊരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഈ ദിവസം തുടങ്ങുമ്പോൾ ആദ്യം കാണുന്ന കണിയിലൊക്കെ ഒരുപാട് വിശ്വാസമുള്ള ആളാണോ, അല്ലെങ്കിൽ ഒരു ദിവസം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്? ഓക്കെ, ഈ പോസിറ്റീവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? രാവിലെ എഴുന്നേറ്റ് നമുക്ക് എന്താണ് നമ്മുടെ ഹാപ്പി ആയിട്ട് എഴുന്നേക്കുക. ഇന്നൊരു ദിവസം കൂടെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷത്തെ എഴുന്നേക്കാൻ പറ്റി. അതാണ് അല്ലേ? ഓക്കെ, നമസ്കാരം. ഓക്കെ, അപ്പോൾ സുരണ്യയ്ക്ക് ഞങ്ങളുടെ സ്നേഹ സമ്മാനം, ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ VMTV ചാനലിൻ്റെ MD റീന ആർഷൻ സാറിന് മേഡത്തിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആൾക്കുള്ള സ്നേഹ സമ്മാനമാണ്. അപ്പോൾ മേഡം സമ്മാനം കൊടുക്കാം. ഉഗ്രനായിട്ട് സൂപ്പറായിട്ട് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സൂപ്പറായിട്ട്. ഓക്കെ, ആൾക്കുള്ള സ്നേഹ സമ്മാനമാണ് ഇഞ്ചോണ്ട് ഇഞ്ച് നൽകുന്ന സ്നേഹ സമ്മാനം. ഇന്ന് രാവിലെ ആദ്യം ആരെയാ കണി കണ്ടത്? ഇവരൊന്നുമല്ല, അമ്മയുടെ പേരെന്താണ്? സിന്ധു. അപ്പം ചേച്ചിയോട് ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണം പറയണം, എന്നും അമ്മയെ കണി കണ്ട് ഉണരുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇഞ്ചോട് ഇഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ ചോദ്യമായിട്ട് പുതിയ മുഖങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ടാറ്റ പറഞ്ഞേക്കും. ഓക്കെ.